കൊച്ചിയിൽ തലമുടി വെച്ചുപിടിപ്പിച്ചയാളുടെ തലയോട്ടി പഴുത്ത് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. കടവന്ത്രയിലെ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിലെ ഡോക്ടർ ശരത് കുമാർ അടക്കം 3 പേർക്കെതിരെയാണ് കേസ്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. അരുൺ ശങ്കർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ സങ്കടകരമാണ്. എത്രയും വേഗത്തിൽ സാധാരണഗതിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയേറെ ശ്രദ്ധയില്ലാതെ ആ ക്ലിനിക്കിൽ വേണ്ട ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി മെഡിക്കൽ ബോർഡൊക്കെ അതിന്റെ കൃത്യമായ വിശദീകരണം നൽകേണ്ടതാണ്. എങ്ങനെയാണിപ്പോൾ പോലീസ് നടപടികൾ എടുത്തിരിക്കുന്നത്? പിന്നീട് ഈ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരായതാണ് എന്ന് പറയേണ്ടി വരും. കാരണം മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. അതിന് മുൻപ് തന്നെ പോലീസിന് പരാതി ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലീസ് ഇരു വിഭാഗത്തെയും, അതായത് പരാതിക്കാരനെയും ആരോപണ വിധേയരെയും വിളിപ്പിച്ച് അത് പരിഹരിക്കാനാണ് ഒരു തർക്കപരിഹാരം എന്ന രീതിയിലാണ് പോലീസ് അതിനെ കണ്ടത്. പക്ഷേ അപ്പോഴും പരാതിക്കാരൻ തനിക്ക് പരാതിയുണ്ട്, കേസുമായി മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഒന്ന് ഈ ഡോക്ടർ ശരത് കുമാർ, ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ ശരത് കുമാറിനെയാണ് 1ാം പ്രതിയാക്കിയിരിക്കുന്നത്. 2ാമത്തെ പ്രതി ഗോകുൽ എന്ന് പറയുന്ന ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിലെ സ്റ്റാഫിനെയാണ്. ഈ രണ്ടുപേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. 3ാമതൊരു കണ്ടലറിയാവുന്ന ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് എറണാകുളം സൗത്ത് പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് FIR രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരായി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം നമ്മുടെ വാർത്ത പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കുറ്റകൃത്യം എന്ന് തന്നെ പറയേണ്ടി വരും. ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഈ ഡോക്ടറുമൊക്കെ രക്ഷപ്പെട്ടേനേമായിരുന്നു. കാരണം പോലീസ് ഇക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിച്ചില്ല. അത് ഒത്തുതീർപ്പാക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക്കിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ ലഭിച്ച ഒരു പ്രതികരണമല്ലാതെ കൂടുതൽ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല. അവരിപ്പോൾ ഈ ക്ലിനിക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഈ കേസെടുത്തതിന് ശേഷം എന്താണ് അവരുടെ നിലപാടെന്ന് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ചികിത്സയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ വ്യാജ ഡോക്ടറാണെങ്കിൽ ഈ കേസ് കൂടുതൽ ശക്തമാകും. ശക്തമായ നടപടി തന്നെ ഇക്കാര്യത്തിൽ വ്യാജ ഡോക്ടർക്കെതിരെ ഉണ്ടാകും. ശരി, മുടിയൊക്കെ വലിയ കോൺഫിഡൻസിന്റെ ഭാഗമായി കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ച് അനുഭവിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആധുനികമായ ചികിത്സാ സൗകര്യം വരുമ്പോൾ അതിന്റെ ഗുണഫലം എങ്ങനെ ലഭ്യമാക്കാം എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളപ്പോൾ എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് മുൻപ് നമ്മൾ അത് ആഗ്രഹിക്കുന്നവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് വേഗത്തിൽ എന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചികിത്സ തേടി പോകുന്ന അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിങ്ങിന് വിധേയമാകാൻ പോകുന്ന ആ ചികിത്സാ കേന്ദ്രത്തിന് കൃത്യമായ അംഗീകാരമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അതിന് തുനിയാവൂ. ആ കേന്ദ്രത്തിന് മാത്രമല്ല, ഡോക്ടർക്ക് അംഗീകാരമുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഡോക്ടറാണോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഈ വാട്സപ്പിലൂടെയൊക്കെ കണ്ട് അല്ലെങ്കിൽ തലയുടെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള നിലയിലുള്ള ചികിത്സകളിലേക്ക് പോകുന്നതാണ് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെ ആരോഗ്യാവസ്ഥ ഈ ഒരു ട്രീറ്റ്മെന്റിന് അനുകൂലമാണോ എന്നതാണ്. സാധാരണഗതിയിൽ അനുഭവങ്ങളിൽ നിന്നുകൂടി പറയുകയാണ്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശാരീരിക അവസ്ഥകൾ, നമ്മുടെ BP അടക്കമുള്ള കാര്യങ്ങൾ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതിന് നമ്മൾ സജ്ജമാണോ എന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തുക. എന്നിട്ടേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഉറപ്പുവരുത്തണം. നമ്മുടെ ആരോഗ്യാവസ്ഥ എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം, എന്തുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ നമ്മൾ ഇതിലേക്ക് പോകാവുള്ളൂ. ഏറ്റവും സുപ്രധാനമായ കാര്യം, നമുക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയാത്തവരായിരിക്കാം ഒരുപക്ഷെ ഓഫറുകൾ നൽകുന്നത്, കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ. അതുകൊണ്ട് അത്തരം ഓഫറുകളിൽ വീണു പോകരുത്. നമുക്ക് കൃത്യമായ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ അനുഭവസ്ഥരുടെ വാക്കുകളിൽ നിന്ന് വിശ്വാസത്തിലെടുത്ത് വേണം. അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിരുന്നു പറയാം. ഒരു ഗ്രാഫ്റ്റിന് 10 രൂപയ്ക്ക് ചെയ്യുന്ന ഇടമുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും വാട്സപ്പിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൊക്കെ പരസ്യങ്ങൾ വരുന്നത്. ഒരു ഗ്രാഫ്റ്റിന് 10 രൂപ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ പൈസയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ അവിടെ ഇതിൻ്റെ ഹൈജീൻ, സ്റ്റെറിലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിനുപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ OP അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടത്ര ജാഗ്രതയോടെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണോ എന്ന് ഒരു ഉറപ്പുമില്ലാതെ പോയി ഇത്ര ചീപ്പായി ലഭ്യമാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.